ഓം നമോ നാരായണായ. ഗുരുവായൂരും അമ്പലപ്പുഴയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. രണ്ടു ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ കണ്ണനാണ് എന്നതല്ല. ഗുരുവായൂരപ്പൻ 3 വർഷക്കാലം അമ്പലപ്പുഴയിലായിരുന്നു എന്നതാണ് ആ ബന്ധം. 236 കൊല്ലങ്ങൾക്ക് മുൻപത്തെ ചരിത്ര സംഭവമാണത്. മലബാറിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് 1789 ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം തിരുവിതാംകൂറിലെ അമ്പലപ്പുഴയിലേക്ക് മാറ്റി. അവിടെ ക്ഷേത്രത്തിന് തെക്കുഭാഗത്ത് പ്രത്യേകം നിർമ്മിച്ച ശ്രീകോവിലിൽ ആയിരുന്നു പൂജയും ചടങ്ങുകളും. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇന്നും ആ ശ്രീകോവിൽ ഗുരുവായൂർ നട എന്ന പേരിൽ കാണാം. 1792 വിഗ്രഹം തിരിച്ച് ഗുരുവായൂരിലെത്തിച്ച് പൂജകളും ചടങ്ങുകളും ആരംഭിച്ചത്. ഈ 3 വർഷക്കാലം ഗുരുവായൂർ ക്ഷേത്രം അടഞ്ഞുകിടന്നു. 1766 ഹൈദരാലി മലബാർ പിടിച്ചെടുത്തു. മൈസൂർ പട ചാവക്കാട് വരെ എത്തി. അന്ന് വെങ്കട്ടനാരായണയ്യർ എന്ന ഹൈദറിൻ്റെ സേനാധിപൻ ഇടപെട്ടതിനെ തുടർന്ന് വടക്കേപ്പാട്ട് വാര്യർ 10,000 പണം നൽകിയതിനാൽ ക്ഷേത്രം കൊള്ള ചെയ്തില്ല. ഹൈദരാലി മടങ്ങിയതോടെ മലബാർ വീണ്ടും സാമൂതിരിയുടെയും നാട്ടുരാജാക്കന്മാരുടെയും അധീനതയിലായി. 1782 ടിപ്പുവിൻ്റെ സൈന്യം വീണ്ടും മലബാർ ആക്രമിച്ചു. പൊന്നാനി വരെ എത്തി. ഹൈദരാലി മരിച്ചതിനെ തുടർന്ന് ടിപ്പു മടങ്ങിപ്പോയി. രാജാവായി അധികാരമേറ്റ ടിപ്പു 1789 വീണ്ടും മലബാറിനെ ആക്രമിച്ചു. കോഴിക്കോട് കീഴടങ്ങി. സൈന്യം പൊന്നാനി വരെ എത്തി. മൈസൂർ പട വീണ്ടും എത്തുന്നു എന്നറിഞ്ഞതോടെ ഗുരുവായൂരിൽ ക്ഷേത്രാധികാരികൾ പരിഭ്രാന്തിയിലായി. ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ച് മൂലവിഗ്രഹം മണിക്കിണറ്റിലേക്ക് മാറ്റി. തിടമ്പുമായി ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും കുറച്ച് പരിചാരകരുമായി വഞ്ചിയിൽ അമ്പലപ്പുഴയ്ക്ക് പുറപ്പെട്ടു. അന്നത്തെ കൊച്ചി രാജ്യം ടിപ്പുവിന് കീഴ്പ്പെട്ടിരുന്നതിനാലാണ് തിരുവിതാംകൂർ രാജ്യത്തെ അമ്പലപ്പുഴയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. മൈസൂരിൻ്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് തിരുവിതാംകൂർ രാജാവ് ഗുരുവായൂരപ്പന് വേണ്ടി അവിടെ ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് ശ്രീകോവിൽ, നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് തിടപ്പള്ളി, പൂജയ്ക്കും അഭിഷേകത്തിനും ജലമെടുക്കുന്നതിന് തെക്കുഭാഗത്ത് പ്രത്യേകം കിണർ എന്നിവ നിർമ്മിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന കണക്കുകളിൽ പെടാതെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലെ ചിലവുകളെല്ലാം രാജാവ് നേരിട്ട് നൽകി വന്നു. നിവേദ്യം, ശാന്തിക്കാരുടെ ചിലവുകൾ എന്നിവ രാജാവ് ഏറ്റെടുത്തു. ശാന്തിക്കാർക്ക് താമസിക്കാൻ ചെമ്പകശ്ശേരി കൊട്ടാരത്തോട് ചേർന്ന് ശാന്തിക്കാർ മഠം നിർമ്മിച്ചു. അക്കാലത്ത് ഗുരുവായൂരിലെ പഴംകാളനും അമ്പലപ്പുഴയിലെ പാൽപ്പായസവും പ്രസിദ്ധമായിരുന്നു. ഇത് രണ്ടും ഗുരുവായൂരപ്പന് നേദിക്കാൻ തുടങ്ങി. 3ാം യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടു. 1792 മാർച്ച് 18 ശ്രീരംഗം ഉടമ്പടി ടിപ്പു അംഗീകരിച്ചു. ടിപ്പുവിൻ്റെ പതനത്തോടെ വിഗ്രഹം തിരികെ ഗുരുവായൂരിലെത്തിച്ച് പ്രതിഷ്ഠ നടത്തി. തിരുവിതാംകൂർ രാജാവിൻ്റെ വകയായി ഒരു സ്വർണ്ണ കിരീടവും സ്വർണ്ണ ഉടയാടയും വെള്ളിക്കിണ്ണം നിറയെ വെള്ള അരിയും കൊടുത്തയച്ചു. ഇതെല്ലാം ഒരു രഹസ്യ അറയിൽ സൂക്ഷിച്ചു എന്നും അന്നാണ് അവസാനമായി ആ അറ തുറന്നതെന്നും പറയപ്പെടുന്നു. രാജാവിൻ്റെ വകയായി പാൽപ്പായസവും വഴിപാടായി നടത്തി. അമ്പലപ്പുഴയിലെ പാൽപ്പായസം കഴിച്ചു ശീലിച്ച ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കഴിഞ്ഞാൽ ശീവേലിക്ക് നിൽക്കാതെ നേരെ അമ്പലപ്പുഴയിലേക്ക് പോകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് ശീവേലി വൈകുന്നേരം നടത്തുന്നതിൻ്റെ കാരണം ഇതാണെന്ന് ഒരു കഥയുണ്ട്.